Okay. So we'll be starting with this question. Prashant incorporated a one-person company, making a sister Priya, uh, as the nominee. Priya is an Indian citizen. She was born and brought up in Kanpur. However, now Priya and her husband are leaving India permanently to stay with their son, who is settled abroad for the last 15 years. Due to this fact, she is withdrawing her consent of nomination in the said one-person company. Taking into consideration the provisions of the Companies Act, they answer the questions given below. ഇത് ആക്ച്വലി ഈ സെപ്റ്റംബർ 24-ലുള്ള RTP ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സിനാരിയോ ക്ലിയർ ആണോ? ഇത് ഏതാ ചാപ്റ്റർ എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഏത് ചാപ്റ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? 1% കമ്പനിയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചത് ഏത് ചാപ്റ്ററിലാണ്? 1% കമ്പനിയെ പറ്റി നമ്മൾ ഡീൽ ചെയ്ത ചാപ്റ്റർ ഏതാണെന്ന് ഓർമ്മ ഉണ്ടോ? 2 ചാപ്റ്റേഴ്സിൽ ആക്ച്വലി പറയുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ? തീരെ ടച്ച് വിട്ടുപോയവരാണോ? ഓക്കെ, ഗുഡ്. ലക്ഷ്മി is telling incorporation. ഇൻകോർപ്പറേഷൻ്റെ അകത്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓൾസോ പ്രിലിമിനറി ചാപ്റ്ററിലെ ഡിസ്കഷൻ്റെ അകത്ത് നമ്മൾ 1% കമ്പനിയെ പറ്റി പറയാറുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് പ്രിയ ഈസ് ലീവിംഗ് ഇന്ത്യ പെർമനന്റ്ലി, ഈസ് ഇറ്റ് മാൻഡേറ്ററി ഫോർ ഹെർ ടു വിഡ്രോ ഹെർ നോമിനേഷൻ ഇൻ ദ സെഡ് 1% കമ്പനി? Second question, in case Priya withdraws her nomination as a nominee to the OPC, whether Prashant can appoint his minor son Rushan as the nominee of OPC? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? ഒരു ലേഡി, അവർ ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷെ അവർക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്? റെസിഡൻഷ്യൽഷിപ്പ്, അല്ലെങ്കിൽ അവർ ഇനി റെസിഡന്റ് ആവില്ല. അപ്പൊ റെസിഡന്റ് അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആകുന്നു എന്നുള്ളത് ഒരു നോമിനിയെ സംബന്ധിച്ചോളം ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ എന്നുള്ളതാണ് ഇവിടെ അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു ലോ ഓർമ്മ ഉണ്ടോ? അവര് കണ്ടിന്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓർക്കുന്നുണ്ടോ അതിന്റെ ലോ എന്താണ്, അതിലെ സെഷൻ എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ടെൽ മീ യെസ് ഓർ നോ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആ പ്രൊവിഷൻ എന്ന് പറഞ്ഞുതരാം. 1% കമ്പനീന്റെ നോമിനി ആയിട്ട് നമ്മൾ ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാൻ പാടില്ല, നാച്ചുറൽ പേഴ്സൺ ആവണം എന്നാണ് ലോ പറയുന്നത്. അതേപോലെ തന്നെ അയാൾ റെസിഡന്റ് ആവണമെന്നോ നോൺ റെസിഡന്റ് ആവണമെന്നോ ഉള്ള രീതിയിൽ വാശി പിടിക്കുന്നില്ല. റെസിഡന്റ് ഓർ അതർവൈസ് ആണ് ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവര് റെസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ട് അവരിനി നോമിനി ആവേണ്ടതില്ല എന്നൊരു നിയമം ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ അകത്ത് അവർ പറയുന്നത് എന്താണ്? അവരെ സണ്ണ്, മൈനറായ ഒരു സണ്ണിനെ നോമിനി ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം മൈനറായ സണ്ണിനെ നോമിനി ആക്കാൻ വേണ്ടി പറ്റത്തില്ല. അയാൾ എന്തായിരിക്കണം? മേജർ ആയിരിക്കണം. അപ്പൊ എ എന്നുള്ള ക്വസ്റ്റ്യന്റെ അകത്ത് അവർക്ക് മാൻഡേറ്ററി ആയിട്ട് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? വേണ്ട എന്നുള്ളതാണ്. അതേസമയം മൈനറായ സണ്ണിനെ നമുക്ക് പുതിയൊരു നോമിനി ആക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പോസിബിൾ അല്ല. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ റീഡ് ചെയ്യണോ? ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് തരണമെന്നുണ്ടോ? ക്വസ്റ്റ്യന്റെ സിനാരിയോ മനസ്സിലായോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. അപ്പൊ ഞാനൊന്ന് ആൻസർ വായിക്കുകയാണ്. അക്കോർഡിംഗ് ടു റൂൾ 3 ഓഫ് കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂൾസ് 14, only natural person who is an Indian citizen, whether resident in India or otherwise, shall be eligible to incorporate a one-person company. In the given question, Priya is an Indian citizen and a resident of India. Thus, if Priya is able to maintain her Indian citizenship status in India after moving abroad, then she can remain as nominee in OPC of Prashant, irrespective of her residential status. അപ്പൊ ഇൻ കേസ് അവര് US-ലേക്കോ അല്ലെങ്കിൽ വേറെ രാജ്യത്തിലേക്കോ പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവര് നോമിനി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതേ സമയത്ത് അവര് വേറെ ഒരു രാജ്യത്തേക്ക് പോയി, ബട്ട് അവര് റെസിഡന്റ് എന്നുള്ളൊരു സ്റ്റാറ്റസേ മാറുന്നുള്ളൂ. അതേ സമയത്ത് സിറ്റിസൺഷിപ്പിൽ മാറുന്നില്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് ഫസ്റ്റിന്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത്. സെക്കൻഡ് പോയിന്റ് അകത്ത്, ദ മെമ്മറാണ്ടം ഓഫ് 1% കമ്പനി ഷാൾ ഓൾസോ ഇൻഡിക്കേറ്റ് നെയിം ഓഫ് നാച്ചുറൽ പേഴ്സൺ അതർ ദാൻ മൈനർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹൂ ഇസ് എൻ ഇന്ത്യൻ സിറ്റിസൺ, വെദർ റെസിഡന്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ്, along with his prior written consent, who shall, in the event of the subscriber's death, as his incapacity to conduct, become member of the company. In the light of above provision, it is clear that a minor cannot be appointed as nominee or member of 1% company. Hence, Prashant cannot appoint his son Rushan as nominee of an OPC. അപ്പോൾ രണ്ട് പ്രൊവിഷനും ക്ലിയർ ആണോ? 1% കമ്പനീൻ്റെ അകത്ത് നോമിനി ആയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവർ നാച്ചുറൽ പേഴ്സൺ ആയാൽ മതി. അതായത് ഒരു കമ്പനിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആർട്ടിഫിഷ്യൽ പേഴ്സണും അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നാച്ചുറൽ പേഴ്സൺ ആയ ഒരാളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ അയാളുടെ റെസിഡൻഷിപ്പ് എന്തല്ല അവിടെ ഒരു ഫാക്ടർ അല്ല, ബിക്കോസ് റെസിഡന്റ് ഓർ അതർവൈസ് എന്നാണ് ലോ പറയുന്നത്. സിമിലർലി മൈനർ ആയ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല?
ഒരു നോമിനേറ്റ് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മൈനർ ആയിട്ട് ഉള്ള സണ്ണിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആ ഒരു പ്രൊവിഷൻ എന്താണ്, റോങ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനും ആൻസറും ക്ലിയർ ആയിട്ട് മനസ്സിലായാലോ ഒന്ന് യെസ് എന്ന് പറഞ്ഞ് ഞാനൊരു 1 മിനിറ്റ് സമയം തരാം. നിങ്ങളൊന്ന് ഈ ഒരു ആൻസർ ഒന്ന് റീഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കി. ഓക്കെ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അധികം അതിൽ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലാതെ ഈ ബൈ ബർത്ത് വന്ന ആളെന്നൊക്കെയാണ് ഈ നാച്ചുറൽ പേഴ്സൺ പറയുന്നത്. അതായത് ലൈക്ക് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം, പേഴ്സൺസ് ആയിരിക്കണം എന്നുള്ള മീനിങ്ങിൽ കണ്ടാൽ മതി. അതേസമയം ഇത് വേറെ രീതിയിൽ അവർ ചോദിക്കണമെങ്കിൽ അവർ ചിലപ്പോൾ ചോദിക്കും, സേ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കമ്പനി കമ്പനിയെ നമുക്ക് നോമിനേറ്റ് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കും. ഇല്ല, കമ്പനിനെ നോമിനേറ്റ് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ദാറ്റ് ഈസ് സർവീസ്. സോ ആർട്ടിഫിഷ്യൽ പേഴ്സണെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്ര മാത്രം കണക്കാക്കിയാൽ. ഓക്കെ. ഐ ഹോപ്പ് യു ക്യാൻ റീഡ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. XYZ, a prominent manufacturing company. Second. XYZ, a prominent manufacturing company, is in the process of appointing a new auditor for the upcoming financial years. Mr. A is a renowned auditor being considered for the role. During the due diligence process, the following details came to light. അപ്പോൾ XYZ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനീന്റെ അകത്ത് ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് രണ്ട് കാര്യങ്ങൾ അവർ നോക്കുമ്പോൾ, മിസ്റ്റർ ബി ആൻഡ് മിസ്റ്റർ എ ആർ പാർട്ട്നേഴ്സ് ഇൻ ABC and company. Mr. B has taken a personal loan of 4 lakhs from XYZ Limited, that which is XYZ subsidiary, and subsidiary EFG Limited 6 months ago. 6 മാസം മുന്നേ ബി എന്ന് പറയുന്ന ആൾ, അതായത് അയാളുടെ പാർട്ണർ, ഒരു 4 ലാക്ക് ലോൺ എടുത്തിട്ടുണ്ട്. മിസ്റ്റർ എസ് റിലേറ്റീവ് സി ഹാസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്റ്റ് ഓഫ് 2 lakhs ഓഫ് DEF ലിമിറ്റഡ്, ആൻ അസോസിയേറ്റ് കമ്പനി ഓഫ് XYZ, വിച്ച് വാസ് ടേക്കൺ 3 months ago. അപ്പോൾ നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷന്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓഡിറ്ററിനോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവിനോ പാർട്ട്ണറിനോ ഇൻഡപ്നെസ് ഉണ്ടെങ്കിൽ, ആൻഡ് ആ ഇൻഡപ്നെസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakh ആണ്. അത് ടോട്ടലാണ് ആ 5 lakh കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 4 lakh ഓൾറെഡി ബി എന്ന് പറയുന്ന ഒരാൾക്കും 2 lakh ഓൾറെഡി റിലേറ്റീവ് ആയ ഒരാൾക്കും ഉള്ളത് കൊണ്ട് ടോട്ടൽ ആയിട്ടുള്ള ഇൻഡപ്നെസ് 5 lakh എബോവ് ആകുമ്പോൾ എന്ത് വരും, ഡിസ്ക്വാളിഫിക്കേഷൻ വരും എന്നുള്ളതാണ് ഇവിടെ കൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുള്ളത്. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്നുള്ളതൊന്ന് നോക്കി. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, ഗുഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട്. സോ നമുക്കൊന്ന് ആൻസറിൽ നോക്കാം. സോ ഡിസ്കസ് അബൌട്ട് എലിജിബിലിറ്റി ഓഫ് മിസ്റ്റർ എ ഫോർ ബീങ് അപ്പോയിന്റഡ് ആസ്
ഓഡിറ്റർ ഓഫ് XYZ ലിമിറ്റഡ് ഇൻ വ്യൂ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ according to section 141(3)(d)(2) of the Companies Act 13, an auditor is disqualified to be appointed as an auditor if he or his relative or partner is indebted to company or its subsidiary or its holding or associate company or a subsidiary of such a holding company in excess of 5 lakh rupees. So, in this scenario, Mr. A, Mr. B, Mr. A, as partner ആയ Mr. Bക്ക് ഡെപ്റ്റ് എത്രയുണ്ട്? 4 lakh ഉണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ സി എന്ന് പറയുന്ന ആളുടെ റിലേറ്റീവ് എത്രയുണ്ട്? 2 lakh ഉണ്ട്. അങ്ങനെ അത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് 6 lakh rupees ആണ് ഉള്ളത്. ആൻഡ് വിച്ച് ഈസ് obviously above. So that therefore above 5 lakh and therefore എന്ത് വരും? ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? 5 lakhന്റെ മുകളിൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഓർമ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു 5 lakh rupeesന്റെ മുകളിലേക്ക് ഇൻഡെപ്റ്റ്നെസ് പോയതുകൊണ്ട് എന്ത് വരും? ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഐ ഹോപ്പ് യു ആർ റിമെമ്പറിംഗ് ഓൾ ദിസ്. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ ഫസ്റ്റ് ഞാൻ ഇൻകോർപ്പറേഷൻ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഒരു ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഏരിയാസ് കുറച്ചൊന്ന് റിഫ്രഷ്ഡ് ആവണം. എന്നിട്ട് ബാക്കിയുള്ള ഏരിയാസും കൂടെ നോക്കണം. ഇപ്പൊ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സിന്റെ അടുത്ത് ഡിസ്ക്വാളിഫിക്കേഷന്റെ ഒരു സെഗ്മെന്റ് ആണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ആക്ച്വലി ഓക്കെ, വിൽ മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Actually, there is some technical issues coming in again. Maybe 4 minutes കഴിഞ്ഞിട്ട് അത് കട്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് ഷെഡ്യൂൾഡ് ഫോർ 3 hours. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഇടാം. അല്ലെങ്കിൽ ഐ ഹോപ്പ് യു ഓൾ ഹാവ് മൈ നമ്പർ. ഐ മേ കീപ് സ്റ്റാറ്റസ്. ഓക്കെ, സ്റ്റാറ്റസ് ഇട്ടാലും നിങ്ങൾക്ക് എന്റെ നമ്പർ ഇല്ലെങ്കിൽ പോസിബിൾ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, മേ ബി ഐ വിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇൻ കേസ് കട്ടാവുകയാണെങ്കിൽ ഞാൻ പുതിയൊരു ID ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തു. ഓക്കെ അല്ലേ? ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാവോ? അല്ലെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഷെയർ മൈ number also. You can text me for link in case this is getting cut off. Actually, ദിലു ഒരു സെഷൻ എടുക്കുകയാണ്. ഓക്കെ, സെഷൻ നമ്പർ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ നമ്പർ. ഓക്കെ, ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പം ഞാൻ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ആക്ച്വലി ദിലു ഇസ് ഇൻ ഓഫീസ്, സോ I will create myself and I will share one day. No problem. Okay, in case it is getting cut. She told it is for 3 hours, but some technical error. Anyway, just concentrate on the questions right now. ഈ രണ്ട് ക്വസ്റ്റ്യനും ഓക്കെ ആണോ? രണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? 1% കമ്പനീന്റെ അകത്ത് നോമിനായിട്ട് നമ്മൾ വെക്കുന്ന നേരം റെസിഡന്റ് ആയ ഒരാൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാച്ചുറൽ പേഴ്സൺ ആയാൽ മതി എന്നതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം. ഓക്കെ, അങ്ങനെ കാണുന്നുണ്ട് അല്ലേ? ഫൈൻ ഫൈൻ. യെസ്, ഈവൻ ഐ ആം ഗെറ്റിംഗ് ദ മെസ്സേജ്. സോ മേ ബി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് നമുക്ക് ന്യൂ ലിങ്ക് ഷെയർ ചെയ്ത് അതിൽ എടുത്തുതരാം. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. സംടൈംസ് ദിസ് ഹാപ്പൻസ്. സോ ഐ വിൽ ക്രിയേറ്റ് എ ലിങ്ക് ഫ്രം മൈ Zoom and I will share in that group. Otherwise, those who are not in the group, if you text me, I will share a link so that you can join the group. അവിടെ നിന്ന് എടുക്കാം. I think that will be better because only 2 minutes is there. So ഇനി ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 3 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്തപ്പോൾ ഒരു ഓർമ്മ കിട്ടുന്നുണ്ടോ? കുറച്ച് പേർക്ക് ടച്ച് വിട്ടിട്ടുണ്ടോ? ഒരു ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി അതാണ് ഇങ്ങനത്തെ സെഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഒരു റിവിഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ സെപ്റ്റംബർ അറ്റംപ്റ്റ് ഉള്ള കുട്ടികൾ ആരൊക്കെയുള്ള? സെപ്റ്റംബർ അറ്റംപ്റ്റ് ലോ ഏതാണ്ട് കുട്ടികൾ കുറെ പേരുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെയുള്ള സെഷൻസ് ഫ്രീ ആയിട്ട് ചെയ്തു തരാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ ഫൈൻ, ഗുഡ് ഗുഡ്. ഓക്കെ, സെപ്റ്റംബർ ആണല്ലേ? ഓക്കെ, വി വിൽ സി, നോ പ്രോബ്ലം. ഓക്കെ, സോ ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോ എന്നാലും ഇത് എൻഡ് ചെയ്യാം. ഞാൻ ആ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്ത് തരാം, ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഒരു one more time I will just give number here so that you can text and I will give you the link for the new Zoom ID. Now itself we will finish it off. Okay, 3 more questions on it. Won't take much time. You will get a revision for sure. Okay, so for the time being I'm just stopping. Let's see. Okay.